ഗൈസ് ഞാൻ ഇവിടെ മുട്ട ബിരിയാണി വെക്കാൻ പോവുകയാണ്. ഇതാ മുടുക ഇതാ 4 പുഴുങ്ങിയിട്ടുണ്ട്. 4 മുടുകുണ്ട്, 4 മുടുകുണ്ട് ഞാൻ പുഴുങ്ങാട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സൺഫ്ലവർ ഒഴിച്ചെടുക്കുകയാണ്. ഈ പാത്രത്തിലേക്ക് സൺഫ്ലവർ ഒഴിച്ചെടുക്കുകയാണ്. ലേശം സൺഫ്ലവർ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇടാൻ പോകുന്നത് ഞാൻ ലേശം വെളുത്തുള്ളി ഇടാൻ പോകുന്നത്. ഇടാൻ പോകുന്നതാണ് വെളുത്തുള്ളി ഇഞ്ചി. നെക്സ്റ്റ് കുറച്ച് ഇഞ്ചിയാണ് ഇതിലായിട്ടാണ് കൊടുക്കുന്നത്. ലേശം വെളുത്തുള്ളി തലത്തിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കറുകപ്പട്ട നീളത്തിലുള്ളതുണ്ട്. 3 ഏലക്കായ ഉണ്ട്. 4 കറാമ്പൂവുണ്ട്. കുറച്ചേ വെക്കണം ബിരിയാണി. ബാക്കിയുള്ള പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഒരു കറുകപ്പട്ട ഇല, വലിയ ജീരകം 1 അങ്ങനെ ഉണ്ട്. പിന്നെ എനിക്ക് ഒരു 2 പച്ചമുളക് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നമ്മൾ ഉള്ളി ലേശം ഉള്ളി ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി എണ്ണ വേണം. ഞാൻ നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളിത് പിന്നെ ഇങ്ങനത്തെ മല്ലിച്ചപ്പാണ്. മറ്റേ മല്ലിച്ചപ്പ് ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഇങ്ങനത്തെ മല്ലിച്ചപ്പുണ്ട്. നിങ്ങൾ അറിയില്ല ഉണ്ടോയെന്ന് അറിയില്ല. ആ മല്ലിച്ചപ്പ് വെച്ചാൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഞാൻ നന്നായി ഒന്ന് അളക്കണം. അതിലേക്ക് അരി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അരി വറുത്തിട്ടാണ് വെക്കുന്നത്. അരി ഇട്ട് കൊടുക്കാനാണ് അരി കൊടുക്കുന്നത്. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് വറുത്ത് വെച്ചത് ആ നെയ്യിലും ആ സൺഫ്ലവറിലെ എണ്ണയിലേക്ക് ഒന്ന് വറുത്ത് വന്നതിന് ശേഷമാണ് നമുക്ക് വെള്ളം വാങ്ങുന്നത്. ഉപ്പ് കൊടുക്കുന്നുണ്ട്. ലേശം ഉപ്പ് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഞങ്ങളിപ്പോൾ വെള്ളം പാർന്ന് പോയിട്ടുണ്ട്. വെള്ളം ഞങ്ങൾ അതിനോട് പാർന്നിട്ടുണ്ട്. നമുക്കിട്ടുണ്ട്. ഞാൻ നന്നായി ഒന്ന് വെന്ത് ഇറക്കി നന്നായിട്ട് പാർന്നിട്ടുള്ളത്. പൈനാപ്പിളിൻ്റെ എസൻസാണ് പാർന്നിട്ടുള്ളത്. ഒരു കുറച്ച് പൈനാപ്പിളിൻ്റെ എസൻസ് പാർന്നിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെ എസൻസാണ് ഒരു ലേശം പാർന്നിട്ടുണ്ട്. ഞാൻ നന്നായി ഒന്ന് ഇറക്കിയതിന് ശേഷം അടച്ചേക്കാൻ പോവുകയാണ്. വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മുട്ടക്കുള്ള മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു ലേശം കോഴിയുണ്ട്. കോഴി അപ്പോൾ തരിയില്ല. അപ്പോൾ ആണ് മുട്ട കൂട്ടുന്നത്. അപ്പോൾ ലേശം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി തളിച്ചിട്ടുണ്ട്. വെളുത്തുള്ളി തളിച്ചിട്ടിട്ടുണ്ട്. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്.
നന്നായി അതിൻ്റെ പച്ചമണം മാറി വെക്കാം. പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്ക് ഉള്ളി കൊടുക്കാം. പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി കൈക്ക് ഉള്ളി കൊടുക്കുകയാണ്. ഉള്ളി കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് കുറച്ച് നന്നായി ഒന്ന് വാരി വെച്ചാൽ നന്നായി വാരി വന്നി വെച്ചാൽ നന്നായി വാരി വന്നതിന് ശേഷം നമ്മളത്തേക്ക് കാലക്കൂട്ടുകൾ തയ്യാറാക്കാം. തയ്യാറാക്കാം. അതിൽ ഉള്ളി നല്ലോണം വാട്ടാൻ പോകുകയാണ്. വാട്ടാൻ നിൽക്കുകയാണ്. എല്ലാം വഴറ്റി വെട്ടാൻ. ഉള്ളി വാടിയിട്ടില്ല. എല്ലാം കുഴഞ്ഞ വാടി വരണം. അതിൽ ഉള്ളിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നാൽ വാടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തക്കാളി കൊടുക്കുകയാണ്. തക്കാളി അരിഞ്ഞിട്ടുണ്ട്. തക്കാളി തൊട്ടിട്ടുണ്ട്. തക്കാളി തൊട്ട് നല്ലോണം മാറി വന്ന് ഉള്ളി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തക്കാളി നല്ലോണം കുഴഞ്ഞ് വരണം. ഈ മല്ലിച്ചപ്പ് ചെറുതാക്കി കഷ്ണം വെട്ടിയത് ഇങ്ങനെ നമ്മൾ കടിച്ചിട്ടുണ്ട്. നല്ല വാങ്ങണം. നമ്മുടെ മറ്റേ മത്സരത്തിൻ്റെ മാതിരിയല്ല. കണ്ണം നമുക്ക് വാങ്ങാം. ഉപ്പ് കുറവാണ്. ലേശം ഉപ്പ് കൊടുക്കണം. തക്കാളി കാണാൻ എന്താ പച്ചമാസം മാറി വരട്ടെ. നമുക്ക് അതിൽ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. മസാല റെഡിയായി പിന്നെ വെള്ളം വളർത്തണം. അല്ലെങ്കിൽ മസാല അടി കൊടുക്കും. വേറെ വേണ്ട. നമ്മളതിലേക്ക് കൊടുക്കാൻ പോകുന്നത് ഒരു ലേശം മുളക് കൊടുക്കുന്നുണ്ട്. മുളക് കൊടുക്കുന്നുണ്ട്. ഗരം മസാല പൊടി ചേർത്തിട്ടുണ്ട്. വലിയ ചേട്ടൻ്റെ പൊടി കൊടുക്കുന്നുണ്ട്. ഗരം മസാലയുടെ പൊടി കൊടുത്തിട്ടുണ്ട്. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഒരു അര സ്പൂണുണ്ട്. കുരുമുളകിൻ്റെ പൊടി ഒരു 1/4 സ്പൂണുണ്ട്. മല്ലിപ്പൊടി ഒരു സ്പൂൺ കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി നമ്മുടെ മസാല. ഇനി നമ്മൾ നന്നായി ഒന്ന് വഴറ്റി രണ്ട് വെള്ളമായിട്ട് നമ്മളെല്ലാം വെള്ളം മസാല കൂട്ടുകയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. മസാലയൊക്കെ ഒന്ന് നിലയായി വരട്ടെ. മസാലയൊക്കെ നിലയായി വരട്ടെ. മുട്ടയാണ് 4 മുട്ട ഉണ്ട്. ഞാൻ 4 പേരുള്ള 4 മുട്ട ഉണ്ട്. നമ്മുടെ മസാല ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമ്മളായിട്ട് അതൊന്ന് മാങ്ങി വെക്കുകയാണ്. മാങ്ങി വെക്കണത് വലിയ കുറച്ച് നെയ്യിലുണ്ടായിരുന്നു. ആ നെയ്യിൽ കൂടെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി പാർന്നിട്ട് മുടുക ഒന്ന് ആക്കാൻ പോവുകയാണ്. മുടുകയ്ക്ക് നമ്മൾ ഒരു ലേശം കാശ്മീരി മുളക് ഇട്ടിട്ട് ഒന്ന് മാനേജ് ചെയ്യാനുണ്ട്. കാശ്മീരി മുളക് മുടുകയ്ക്ക് ഇട്ടിട്ട് ഒന്ന് തിരുവിട്ട് അങ്ങനെ തോൽപ്പിക്കുന്നുണ്ട്. കളറാക്കുന്നുണ്ട്. കാശ്മീരി മുളക് ഇനി നമ്മളതൊന്ന് ഒന്ന് പൊടിക്കാം. അല്ലെങ്കിൽ മുട്ട ചോടിക്കിടുമ്പോൾ പൊട്ടിത്തോളാൻ ചാൻസ് ഉണ്ട്. ഒന്ന് പൊടിക്കാം. ഒന്ന് പൊട്ടിക്കാം. ഒന്നിങ്ങനെ കട്ടിൽ മൂത്ത് വരും. ഈ മൂത്ത് വന്നിട്ട് ശേഷം നമുക്ക് ചോദിക്കാൻ പറ്റും. മുടുക ഏകദേശം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്.
തിളച്ച് വന്നിട്ടുണ്ട്. ചോറ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. കുറേശ്ശെ പൊട്ടാൻ പോവുകയാണ്. മുഴുക പുഴുങ്ങി പോകുന്നത് കൊടുക്കുകയാണ്. കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ലേശം കൊണ്ട് ചോറ് അതിൻ്റെ മുകളിൽ കുറച്ചെടുക്കുകയാണ്. ചോറ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലേശം കൂടി മസാല എടുക്കുകയാണ്. ഗ്യാസും ചോറിൻ്റെ കോഴിമുട്ട കോഴി ബിരിയാണി കോഴിമുട്ട മുട്ടി കോഴി ഇറച്ചിയും കൂടിയുള്ള ബിരിയാണി ലെവലായിട്ടുണ്ട്. ലെവൽ വന്നിട്ടുണ്ട്. അങ്ങനെ ദം ബിരിയാണി കോഴിമുട്ട കോഴി ഇറച്ചിയും കൂടിയുള്ള ദം ബിരിയാണി ലെവലായിട്ടുണ്ട്. നമ്മൾ മൂടി വെക്കാം. മൂടി വെച്ച് സെറ്റായി. എല്ലാം ലെവലായി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട്. ബിരിയാണി സെറ്റായിട്ടുണ്ട്. നല്ല വെറുതെ ബിരിയാണി സെറ്റായി വന്നിട്ടുണ്ട്. നല്ല രസമാണ് കഴിക്കാനായിട്ട്. നമ്മൾ കഴിക്കണത് കാട്ടിട്ടുണ്ട്. ബിരിയാണി ഞാൻ മുട്ട ബിരിയാണി തരില്ല. എനിക്ക് പോയ ഇഷ്ടം കച്ചമ്പറിൻ്റെ ഉള്ളിൽ കച്ചമ്പർ സുർക്കയുണ്ടാക്കിയ കച്ചമ്പറാണ്. ചോറ് ഞാൻ കഴിക്കാൻ പോവുകയാണ്. നല്ല ബിരിയാണിയാണ്. നല്ല രസം കഴിക്കണം. ചിക്കൻ മുട്ട ബദം മുട്ട വെച്ച ബിരിയാണി. കോഴിയൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. മുരിഞ്ഞ് വന്നിട്ടില്ല. നല്ല രസമാണ്. പച്ചമുളകും നല്ല ചുട്ട പച്ചമുളകും കോമ്പിനേഷനാണ്. എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ബിരിയാണി
അപ്പോൾ ഇതിലേക്ക് ഒന്ന് തുടങ്ങുന്നു. നല്ലൊരു ലെവൽ തന്നെയാണ്. എന്താ ഒരു ഇഷ്ടം കഴിക്കാനായിട്ട്. എനിക്ക് നല്ല കാപ്പി ഒക്കെ വലിയ ഇഷ്ടം. അപ്പോൾ ഓക്കെ, ബിരിയാണി കഴിഞ്ഞു.